വലിയ സൗജന്യം. പക്ഷേ കൈകാര്യം അയച്ചു വന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ തിരിച്ചു വരുന്ന ആൾക്കാരെ യാതൊരു തരത്തിലും ഇന്ത്യ ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും അവരെ സഹായിക്കാനോ പറ്റും ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ പറയുള്ളൂ. കാരണം ഇവർ നമ്മുടെ നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് ചേക്കുന്നതിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നു. ശരിയാ കേട്ടോ. ഇനിയിപ്പോ അവരെങ്ങ് തൂക്കി കൊല്ലണം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു കോടതി അങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇരുന്നുകൊണ്ട് വായത്താളോടിക്കും. ഇതിനെതിരെ സംസാരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരെയും തൂക്കി അങ്ങോട്ട് കൊല്ല്, അവരെയും അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് നീ അങ്ങ് പ്രഖ്യാപിക്കുക. ഇതാണ് ഇവിടുത്തെ നിയമം. എത്രയോ ലക്ഷം ആൾക്കാർ വരാനിരിക്കുന്നു, അത്രയും പേര് അവിടെ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യർ, അതായത് പൗരന്മാർ പുറം രാജ്യത്തേക്ക് ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ മാൻ പവർ കപ്പാസിറ്റിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മുടെ മാൻ പവറാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അതിന് കൃത്യമായ രേഖകളില്ലാതെ അവിടെ തങ്ങി കിടക്കുന്നുണ്ട്. അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരികയും ഇനി പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു രാജ്യത്തെ ഭരിക്കുന്ന അവിടുത്തെ ആ ഭരണാധികാരിയുടെ ശരിക്കുള്ള കാര്യസ്ഥത. ഇത് കെടുകാര്യസ്ഥതയാണ്. വന്നവരെ ഇൻസൾട്ട് ചെയ്യണം, ഇനി അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ ഇഗ്നോർ ചെയ്യണ്ട, അവരെ പാടിന് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും പുരോഗമനപരമായും ഉന്നതിയിലേക്ക് പോയ ഗുജറാത്തിൽ നിന്നാണ് ആദ്യം പോയത്. ഇവിടെ കേരളത്തിൽ നിന്നും അല്ലെന്ന് ഓർത്തോണം. എന്തിനധികം ഇവിടെ ഇപ്പൊ കോടതികളിലേക്ക് നമ്മൾ കുറ്റവാളികളെ കൊണ്ടുവന്ന് ക്രിമിനൽസിനെ കൊണ്ടുപോകും. അവിടെ കോടതി വാരാന്തവരെ കയ്യിൽ വിലങ്ങിടാൻ പാടുള്ളൂ. കാലിലല്ല, കയ്യിൽ വിലങ്ങ് അവിടം വരെ പാടുള്ളൂ. അതിനകത്തേക്ക് കയറ്റാൻ ഒക്കില്ല. കോടതിക്കകത്തേക്ക് നിങ്ങൾ വിലങ്ങ് വെച്ചോണ്ടെന്ന് കയറ്റാൻ ഒക്കത്തില്ല. എങ്കിൽ അത് ക്രൈമാ, പോലീസുകാരുടെ പണി തെറിക്കുന്ന കേസാ. ആ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പോലീസുകാരുടെ സെക്യൂരിറ്റിക്കാണ്. ഇതേപോലെ തന്നെ പൊട്ട മാത്യു വരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ക്രിമിനൽസ് ആണ്, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നീയും പൊട്ട മാത്യുവും കറക്റ്റാണ്, രണ്ടും കണക്കാ. നിങ്ങൾക്കത് ക്രിമിനൽസ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ നാഷണാലിറ്റി ഉള്ള ഞങ്ങളുടെ പൗരന്മാരാണ് അവര്. അവർ ചെയ്ത ക്രൈം എന്താണ്? ഓവർ സ്റ്റേ ആയതോ? ഇല്ല, അവർ അവിടെ നുഴഞ്ഞു കയറാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. നിങ്ങളുടെ ഭരണം കാത്തു സൂക്ഷിക്കുന്ന മോങ്ങിയളിയന്റെ കെടുകാര്യസ്ഥതയാണ്. ആ രീതിയിലേക്ക് ആ മനുഷ്യരെ കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ്. ഇവിടെ പലരും ഇതുപോലുള്ള നിയമങ്ങൾ പല രാജ്യങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്നവരാണ് അധികവും. പലരും അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഏറെയും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്താണ് വിലക്കയറ്റം, എന്താണ് ജീവിക്കുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നു, ഉപദ്രവിക്കുന്നു, അപരവൽക്കരിക്കുന്നു. അവരവരുടെ വിശ്വാസങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് തച്ചുടക്കുകയാണ്. നീ ഉൾപ്പെടെ അതല്ലേ ചെയ്തത്? ഒരു വിഭാഗം ജനതയെ കൊല്ലുകയും വെട്ടുകയും കുത്തുകയും പൊളക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ട സാധനത്തിന് പോയി നീ സപ്പോർട്ടീവായി അവിടെ പോയിന്നുകൊണ്ട്, അതായത് മറ്റുള്ളവർ ഇപ്പൊ എല്ലാ മതവിഭാഗത്തിലുള്ളവരും നിന്റെ വ്യൂവേഴ്സ് ആണ്, നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരെ കൂടെ ഇൻസൾട്ട് ചെയ്യുന്നതാണല്ലേ നീ അവിടെ പോയി ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തത്. ഇവിടെ ഏറ്റവും വലിയ പ്രൗഡ് ഫീൽ ആയിട്ടുള്ള സാധനമാണ് അയോധ്യ. എല്ലാവരും പ്രൗഡായിട്ട് ഫീൽ ചെയ്യേണ്ടതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപമാനമാണ് അയോധ്യ. ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ അപമാനമാണ് അയോധ്യ. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അത് ഇസ്ലാം ആയതുകൊണ്ട് പറയുന്നതല്ല, പൊതുവിലതാണ്. ഒരു രാജ്യത്തിന്റെ മോണിമെന്റ് ആണ് അടിച്ചു പൊടിച്ച് നശിപ്പിച്ചു കളഞ്ഞത് നിസ്സാരമായിട്ട്. പിന്നെ നടക്കണം അടുത്തടുത്ത് ലിംഗം ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ട് മറ്റൊരാളുടെ മതത്തിനെ അവഹേളിക്കുകയാണ്. അതും ഇന്ത്യൻ രാജ്യത്തെ പൗരന്മാരുടെ അവരുടെ സപ്പോർട്ടോട് കൂടി സർവത്രവും നേടിയെടുത്ത ശേഷം അവരിപ്പോ വെറും മറ്റേ കേസുകളായിപ്പോയി. അനധികൃതമായിട്ട് പോയിട്ട് നമ്മുടെ നാടിന്റെ